അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി കുറച്ച് നേരം ഞാൻ ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിൻ്റെ ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് 90.6 ആണ്. ഇന്നലെ നമുക്ക് 91.8 ആയിരുന്നു. അങ്ങനെ രാവിലെ ഇന്ന് ചായ കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല, വെറും വെള്ളം മാത്രം കുടിച്ചിട്ട് സ്കൂളിലേക്ക് ഇറങ്ങുകയാണ്. ഇന്ന് തിരക്ക് പിടിച്ചൊരു ദിവസമായിരുന്നു. അങ്ങനെ വേഗം റെഡിയായി നേരെ സ്കൂളിലെത്തി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുപോയത് പുട്ടും കടലയാണ്. കടലക്കറി ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കി വെച്ചു. പുട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി, ഒരു ഗ്ലാസ് ചായ ഞാൻ എടുത്തു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് സെക്കൻഡ് ബ്രേക്കിന് ആപ്പിളും കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. എൻ്റെ അമ്മോ എന്തൊരു ക്ഷീണമെന്നറിയോ. എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് ഈ ചൂട് സമയമാണ്, ഭയങ്കര ക്ഷീണമാണ്. രാവിലെ എഴുന്നേറ്റ് പോകുന്നു. ഇപ്പം തന്നെ പറയുമ്പോൾ തന്നെ എനിക്ക് ഉറക്കം വരുന്നു. അയ്യോ ഈശ്വര. അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങളുടെയൊക്കെ വെയിറ്റ് ലോസ് ജേർണിയുടെ കാര്യങ്ങളൊക്കെ എന്തായി, എല്ലാവരും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. ഇതുപോലെ നമുക്ക് മുന്നോട്ട് പോകാം. നിങ്ങളുടെ കൂടെ ഞാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരത്തേക്ക് ഞാൻ ഒറ്റക്കാണ് കേട്ടോ. അപ്പോൾ നേരെ കയറി പിന്നെ അപ്പോഴേക്ക് ഞാൻ പോയി കഴിഞ്ഞിട്ടാണ് പിന്നെ ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ പോവാറ്. എല്ലാം സെറ്റാക്കി വെച്ചിട്ട് വേണം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വീടൊക്കെ എത്തി. ഇത് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റാൻ പോവാണ്. വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമായിരിക്കും കേട്ടോ. ക്ഷീണം എന്ന് വെച്ചാൽ ഒന്നൊന്നര ക്ഷീണമായിരിക്കും. ഫുഡ് ഇനി കഴിക്കേ വേണ്ടു. അതുകൊണ്ടാണ് രാവിലെ ഞാൻ ഉണ്ടാക്കി വെക്കുന്നത്. കാരണം ഇവിടെ ഹെൽപ്പിന് ആരുമില്ലല്ലോ. അച്ഛനുള്ള സമയത്ത് നല്ല ചൂടോടെ ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. കുഴപ്പമില്ല, ലൈഫല്ലേ, അതൊരു രസമായിട്ട് കണക്കാക്കുക. ഞാനിന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറിന് കടലക്കറി ഉണ്ടായിരുന്നു. ഞാൻ 2 ചിക്കൻ ഫ്രൈയും ഒരു പപ്പടം എടുത്തു കേട്ടോ. എൻ്റെ ഫ്രിഡ്ജിൽ പച്ചക്കറി ഒന്നുമില്ല. ഇവിടെ 2 ദിവസം കൂടി ക്ലാസ് ഉള്ളൂ. അത് കഴിഞ്ഞ് അവധിയല്ലേ, ഞാൻ കരുതി അപ്പോൾ എല്ലാം വാങ്ങിക്കാമെന്ന്. ഹലോ, അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. ഇനി 1 മണിക്കൂർ ഞാനൊന്ന് ഉറങ്ങും കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഫുഡ് കഴിച്ച ഉടനെ ഞാൻ ഉറങ്ങാറില്ല. ഇപ്പോൾ 2:20 ഒരു 2:45 വരെ കുറച്ച് നേരം ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കും. എന്തെങ്കിലും മെയിൽ അയക്കാറുണ്ടെങ്കിൽ മെയിൽ അയക്കും. അതുപോലെ എന്തെങ്കിലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ ഇങ്ങനെ നോക്കിയിരുന്ന് സമയം കളഞ്ഞിട്ട് 3 മണിയാകുമ്പോൾ ഞാൻ ഉറങ്ങും. 3 മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിയാകുമ്പോഴേക്കും ഞാൻ അറിയും. ആ സമയമാകുമ്പോൾ ഞാൻ അറിയും, തനിയെ അറിയും. 4:30 ആകുമ്പോഴേക്കും പൊന്നൂസ് വരും. അപ്പോൾ ഇന്ന് പൊന്നൂസിനൊരു ഷൂട്ട് ഉണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴും ബ്യൂട്ടി പാർലറിൽ പോകുന്നത് നമ്മുടെ വക്രയിലെ ഇൻസ്റ്റേ ഫേസിലാണ്. അപ്പോൾ അവിടുത്തെ മാനേജറിനും പുള്ളി കാരണം ഭയങ്കര കാര്യമാണ്. അവനാണെങ്കിൽ എന്നെപ്പോലെ നല്ല കൂട്ടാട്ടോ. പെട്ടെന്ന് ഇണങ്ങുന്ന ഒരു സ്വഭാവമാണ്. ഉണ്ണിക്കുട്ടനെ പോലെയല്ല. വിച്ചും ഞാനും പൊന്നൂസൊക്കെ ഒരുപോലെയാണ്. അപ്പോൾ അവന് ഭയങ്കര കാര്യമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന് റെഡിയായിട്ട് വാ, കന്തൂറ, നമ്മുടെ മുസ്ലിംസൊക്കെ ഇടുന്ന ആ കന്തൂറ ഡ്രസ്സ് ഉണ്ടല്ലോ ഫുള്ള്, അപ്പോൾ അതിട്ടിട്ട് റെഡിയായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി എൻ്റെ കയ്യിൽ അതില്ല, നമുക്കത് ആവശ്യമില്ലല്ലോ. അപ്പോൾ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് നിന്ന് ഞാനത് കടം വാങ്ങിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പുള്ളിക്കാരന് പോകുന്നത്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ എന്തായാലും. അപ്പോൾ വൈകിട്ട് അതിനു വേണ്ടി പോകണം. അപ്പോൾ അവന് ക്ലാസ് കഴിഞ്ഞ ഉടനെ അവനെയും കൂട്ടി ഫുഡ് എന്തെങ്കിലും വണ്ടിയിൽ നിന്ന് വാങ്ങിച്ച് കൊടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഖുദാഗവ. ഇന്നിപ്പം വർക്കൗട്ടൊന്നും ഉണ്ടാവില്ല. എന്തായാലും സാരമില്ല. നമുക്കിനി ഇന്ന് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ 2 ദിവസം കൂടിയേ ഉള്ളൂ. അതായത് മറ്റന്നാൾ മുതൽ അവധിയാണ്. മറ്റന്നാൾ കഴിഞ്ഞാൽ തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ 5 ദിവസം ഇവിടെ അവധിയാണ് കേട്ടോ. പിന്നെ 10th സ്കൂൾ വർക്കുള്ളൂ. എല്ലാവർക്കും അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷം നമുക്ക് 10 ദിവസം അവധി ഉണ്ടായിരുന്നു. സാരമില്ല, എന്തായാലും പിന്നെ നമുക്ക് ജൂലൈ 3 സ്കൂൾ അടക്കും. പിന്നെ 2 മാസം വെക്കേഷൻ. അടിപൊളി ഹൈവ പൊളിച്ചെടുക്കണം നാട്ടിൽ പോയിട്ട്. എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നത്. എന്തായാലും വർഷത്തിൽ 2 പ്രാവശ്യം നാട്ടിൽ പോകണം. ഇപ്രാവശ്യം ഞാൻ പിന്നെ വിചാരിച്ചു ഒന്ന് ദുബായിൽ പോയിട്ട് വരാമെന്ന്. പക്ഷേ എനിക്ക് വേറെ കുറച്ച് കമ്മിറ്റ്മെൻറ്റ്സ് നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം ഡിസംബറിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ പോകാമെന്ന് വിചാരിച്ചു. ദുബായ് എപ്പോഴും അവിടെ ഉണ്ടല്ലോ. ജനിച്ചു വളർന്ന നാടായാലും ആ ഒരു നാടിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ആണ് എപ്പോഴും. അപ്പോൾ ഞാനെന്തായാലും കുറച്ച് നേരം ഉറങ്ങട്ടെ. അപ്പോൾ എപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ, ഫുഡ് കഴിച്ചുകൊണ്ട് ഞാൻ നന്നായിട്ട് മധുരം കഴിക്കും. ഈ മധുരം കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പെപ്സിയൊക്കെ ഞാൻ വാങ്ങിച്ച് വെക്കും. ആ പെപ്സി കൂടിയാണ് എൻ്റെ ലൈഫിൽ വില്ലനായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തടി കൂടുന്നത്. അല്ലാണ്ട് ഞാൻ ഒരുപാട് ഫുഡ് കഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ. പക്ഷേ ഉച്ചയ്ക്ക് ചോറ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് കഴിക്കും. അതിപ്പോൾ കുറച്ചൊന്ന് 1 സ്പൂൺ ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. രാത്രി ആയാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും ഒന്ന് ചോറ് കഴിക്കും കേട്ടോ. ഇപ്പം അത് ഇന്നലെ കഴിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ബോഡിക്ക് നല്ല മാറ്റമുണ്ട്. പിന്നെ അതായി നമുക്കൊരു നല്ല കാര്യം തുടങ്ങുമ്പോൾ വില്ലൻ പെട്ടെന്ന് കയറി വരുമല്ലോ. വില്ലൻ വരാറായി. എന്തായാലും അതിൻ്റെ ക്രാംസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്തായാലും സാരമില്ല, വില്ലൻ വന്നു പോകട്ടെ. അവൻ്റെ കടമയല്ല, വരട്ടെ. അപ്പോൾ എന്തായാലും അത് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതങ്ങ് ചെയ്ത് പോകട്ടെ കേട്ടോ. എന്തായാലും ഞാനൊന്ന് ഉറങ്ങട്ടെ, എന്നിട്ട് പിന്നെ കാണാം. വൈകിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഉറങ്ങി എഴുന്നേറ്റു റെഡിയായി. എനിക്ക് ഉറക്കം മതിയാവുന്നില്ല. തലവേദന എടുത്തിട്ടാണെങ്കിൽ അതിനപ്പുറം. ഞാൻ വിചാരിച്ചു രാവിലെ ചായ കുടിച്ചിട്ടില്ലല്ലോ, ഇപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഞാനില്ലേ മറ്റേ ലോ എനർജി ഫാറ്റ് മിൽക്കാട്ടോ എടുക്കുന്നത്, മറ്റേ ഫുൾ ഫാറ്റ് മിൽക്കല്ല കേട്ടോ. അതിൻ്റെ ബോട്ടിൽ ഞാൻ കളഞ്ഞു. അപ്പോൾ കുറച്ച് പഞ്ചസാര, അത്രയേ ഉള്ളൂ.
അങ്ങനെ നമ്മളെല്ലാവരും പോകാൻ റെഡി ആയിട്ടോ. എൻ്റെ മൊബൈലിൻ്റെ കവറിൽ ബാക്കിൽ കാണുന്നത് എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് തന്ന സ്റ്റിക്കേഴ്സാണ് കേട്ടോ. അതാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അങ്ങനെ ഒരു ഊബർ പിടിച്ചിട്ട് നമ്മളെല്ലാവരും നേരെ വക്കറിലേക്ക് വിട്ടു. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും പൊന്നീഷും എല്ലാവരും കൂടെ കയറിയിട്ടാകുമ്പോൾ നമ്മളോട് ഒരു 5:30 ആകുമ്പോഴാണ് എത്താൻ പറഞ്ഞത്. ഞങ്ങളൊരു 5:15 തന്നെ അവിടെ എത്തി. ഇതാണ് ഇൻസ്റ്റാഫേസ് സലൂൺ വക്കറയിലുള്ളത്. ഞാൻ ഇവിടെ തന്നെയാണ് വരാറ്. വല്ലപ്പോഴേ ഞാൻ വരാറുള്ളെങ്കിലും നല്ല നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇതാണ് നമ്മുടെ കത്തൂറ കുട്ടി കേട്ടോ. അപ്പോൾ അവർ തന്നെ മുടിയൊക്കെ സെറ്റാക്കി എല്ലാ കാര്യവും ചെയ്യും. പിന്നെ ഇവരുടെ കൂടെ പേരാണ് ആ കുട്ടിയായിട്ട് വർക്ക് ചെയ്യുന്നത്, ഷൂട്ടിനുള്ളത്. പിന്നെ ഉണ്ണിക്കുട്ടന് ഒരു വാച്ച് വേണമെന്ന് പറഞ്ഞു. ഇത് 2ാമത്തെ തവണ കേട്ടോ അവന് വാച്ച് വാങ്ങിച്ചു കൊടുക്കുന്നത്. ആദ്യ തവണ സ്കൂളിൽ എവിടെയോ വെച്ച് കളഞ്ഞു. അപ്പോൾ അവന് റെഡ്മിയുടെ വാച്ച് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മക്കൾക്ക് എനിക്ക് പറ്റാവുന്ന പോലെ എല്ലാം ഞാൻ ചെയ്ത് കൊടുക്കും കേട്ടോ. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാത്തതൊന്നും ഞാൻ ചെയ്ത് കൊടുക്കില്ല. അത് കഴിഞ്ഞ് നേരെ സഫാരിയിൽ കയറി. നാളെ പൊന്നൂസിന് ടൂർ പോവുകയാണ് അവർ സ്കൂളിൽ നിന്ന്. അപ്പോൾ കുറച്ച് സ്നാക്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഫുഡൊന്നും ഇല്ലല്ലോ വീട്ടിൽ. ഫുഡ് വാങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. ഫുഡ് വരെ വാങ്ങിച്ചു. പിള്ളേർക്ക് ഒരു കാര്യം സെറ്റായിട്ടില്ല. കിച്ചണിലാണെങ്കിൽ ഫുള്ള് പാത്രം കഴുകാനുണ്ട്. പിള്ളേർക്ക് ഫുഡ് കൊടുക്കണം, പാത്രം കഴുകാനുണ്ട്. നാളത്തെ ഉച്ചക്കത്തെ ഫുഡ്, രാവിലത്തെ ഫുഡ്, ഭഗവാനെ പുറത്തിറങ്ങിയാൽ ഇതാ പ്രശ്നം കേട്ടോ. ഞാൻ എന്നിട്ട് ഒരു അൽമറയുടെ ലെമൺ മിൻറ്റ് ജ്യൂസ് വാങ്ങി. നല്ലതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കുടിച്ച് കുറച്ചൊന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ വരാം. ഓക്കെ, ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ ഇച്ചിരി വിശക്കുമ്പോൾ ഇച്ചിരി ചോറും ചിക്കൻ്റെ ഒരു ഗ്രേവി ഉണ്ടായിരുന്നു. ഫ്രൈ കഴിച്ച് ഇന്നത്തെ ഡേ ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ. അപ്പോൾ നാളെ കാണാം.